ആദ്യ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ലൈംഗിക ശേഷി പരിശോധന പൂർത്തിയായിരിക്കുന്നു. പേരൂർക്കട ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു പരിശോധന നടന്നത്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് പരാതിക്കാരിക്ക് താൻ വാക്ക് നൽകിയിരുന്നില്ല എന്നാണ് രാഹുലിന്റെ മൊഴി. തന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയാൽ മാത്രമേ സ്മാർട്ട് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു നൽകൂ എന്നും രാഹുൽ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. രാഹുലിനെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടം ഹാജരായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. നിലവിൽ 3 പരാതികൾ ആണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ആദ്യ അതിജീവിതയുടെ പരാതിയിന്മേൽ ആണ് വിശദമായ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നത്. ഏറ്റവും ഗൗരവമുള്ള പരാതി എന്നതും ആദ്യ അതിജീവിതയുടെ പരാതി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, വലിയ തോതിൽ ദേഹോപദ്രവം ചെയ്തു, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേസിന്റെ അന്വേഷണം ഒപ്പം തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇന്നിപ്പോൾ രാഹുൽ വീണ്ടും ഹാജരായിരിക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി സഹകരിച്ചു പോകുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ, തെളിവെടുപ്പുകൾ ഒക്കെയാണ് നടക്കേണ്ടത്? ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 2ാം ദിവസം രാവിലെ 10 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരൂർക്കടയിലെ പോലീസിന്റെ ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ഇന്നലെ എത്തിയ വാഹനത്തിലല്ല ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വാഹനത്തിലാണ് ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും SITയുടെ നേതൃത്വത്തിൽ നടക്കുക. ഇന്നലെ 4 മണിക്കൂറിലേറെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഇന്നലെ രാഹുലിൻ്റെ ശേഷി പരിശോധന അടക്കം പേരൂർക്കട ആശുപത്രിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതേസമയം വിശദമായ തെളിവെടുപ്പിനായി രാഹുലിനെ തൃക്കണ്ണാപുരത്തുള്ള ഈ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കുമെന്നാണ് അറിയുന്നത്. കാരണം അവിടെ വെച്ച് പരാതിക്കാരിയെ നേരിട്ടെത്തിച്ച മഹസബ് തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് രാഹുലിനെ ഇനി അവിടേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്നലത്തെ ചോദ്യം ചെയ്യലിനിടെ രാഹുൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന കൃത്യമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതായത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ ഫോൺ കോളുകൾ പരാതിക്കാരി റെക്കോർഡ് ചെയ്തത് എന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്,